പച്ചക്കറിന്ന് ചോര വരാത്തോണ്ടല്ലേ നമ്മളിങ്ങനെ ഇത്രയും സിമ്പിൾ ആയിട്ട് അറിയുന്നേ. ആ അതെ അതെ. ചോര വരുവായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ. ചോരയോ? ഓരോ തുള്ളി വരുന്നതും ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് സ്വപ്നമായിരുന്നല്ലേ, വെറുതെ പേടിച്ച്. എൻ്റെ ഒരു നീ എന്താ എന്നെ പറ്റി വിചാരിച്ചേ? ഞാൻ ഒരു പൊട്ടിയാണെന്നോ? എനിക്കൊന്നും മനസ്സിലാവില്ലെന്നോ? മനസ്സിലാക്കാൻ അങ്ങനെ തന്നെ അവനെ വെട്ടി 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 കൊല്ലണം. അവന് കണ്ടവളുമാർക്കൊക്കെ എന്റെ കയ്യിൽ അവനെ കിട്ടിയാണ്ടല്ലോ, കഴുത്തിരിക്കേ. ആ അങ്ങനെ ശ്വാസം പൊട്ടിക്കേ. അറുത്ത് 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 കയ്യും കാലും ഒക്കെ വെട്ടി 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 പട്ടിക്കിട്ട് കൊടുക്കണം. അമ്മേ ഇവിടെ പൊണ്ടാറടങ്ങാനായിട്ട്. ഇതെന്തത്? അടിയും കിട്ടി. ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായേ? ജോയിൻ്റെ ഒക്കെ ഇളകിയോ? അയ്യോ, ഇന്നലെ എൻ്റെ മുഖം തല്ലി പൊട്ടിച്ചോളായിരുന്നു കളർ ഡ്രസ്സ് കിട്ടുക. ഓർമ്മയില്ലാത്തതാണോ അതോ? കൊറേ നേരമായല്ലോ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നു. പല്ലുവേന ഉണ്ടോ? ചെറുതായിട്ട്. അവര് പോയോ? അവരൊക്കെ രാവിലെ പോയി. നീ നല്ല ഉറക്കായിരുന്നു, അതുകൊണ്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞു. നന്നായി. അതാ പിന്നെ ഞാനും എഴുന്നേപ്പിക്കാഞ്ഞ്. ഒരു കോഫി കിട്ടുമോ? നല്ല തലവേദന. ഇപ്പൊ പല്ലുവേന മാറി തലവേദനയായോ? ഓ എന്തൊക്കെ ചോദ്യം. എടാ, കോഫി ഞാൻ കിച്ചണിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് പോവാൻ സമയമായി. നീ എടുത്തു കുടിക്കൂലേ? നിനക്ക് പോകാൻ സമയമായോ? ഇപ്പഴാകുമ്പോ കവിത ചേച്ചിയുടെ കാറിപ്പോവാം. ഊബർ പൈസ ലാഭം. നല്ലതാ. ആ പിന്നെ രതീഷേട്ടൻ അവിടെ ഉണ്ട്. ഞങ്ങളില്ലാന്ന് കരുതി ഓണത്തിന് ഒപ്പിച്ച പോലെ എന്തെങ്കിലും ഒപ്പിക്കാനാണ് പ്ലാനെങ്കിൽ. എന്ത് പ്ലാൻ? നീ പൊക്കോ. ശരി എന്നാ, ബൈ ബൈ. അവിടെ ഉണ്ടല്ലേ, പോയല്ലോ അല്ലേ. ഹലോ, ആ രതീഷേട്ടാ വീട്ടിലുണ്ടല്ലേ? ചിരിക്കണോ? എടോ കണ്ണിച്ചോരില്ലാത്തവന് ഒരാളുടെ കഥ പറയുമ്പോ ചിരിക്ക. എടാ, ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാർക്കും കഥനകഥകൾ മാത്രമാ പറയാനുള്ളേ. അല്ലടാ, നിന്റെ പെണ്ണുമുള്ള നിന്റെ കാരണം അടിച്ചു പൊട്ടിച്ചതിന് ഞാനെന്തിനാടാ വിഷമിക്കുന്നത്? ചേട്ടന് വല്ല സൈക്കാട്രിസ്റ്റിന്റെയോ സൈക്കോളജിസ്റ്റിന്റെയോ കോണ്ടാക്ട് ഉണ്ടോ? എടാ, ഇതൊന്നും അത്ര കാര്യമാക്കേണ്ട കാര്യമില്ല. നീ ചേട്ടൻ അങ്ങനെ പറയാം. ഒറ്റ അട്ടിക്ക് ഒരു 10 സെക്കൻഡ് ഞാൻ കേൾക്കാത്ത കിളികളുടെ ഒച്ചയൊന്നുമില്ല, തത്തയുടെ സൗണ്ട് വരെയും കേട്ടു. എൻ്റെ അമ്മി. ആദ്യമായിട്ടാണോ? വർത്താനം പറയാറുണ്ട്, ഈ അടി ആദ്യമായിട്ടാ. ശീലായിക്കോളും. എന്ത്? എടാ, നിനക്ക് ഈ അടി മാത്രമല്ലേ ഉള്ളൂ. ഇന്നലെ രാത്രി കവിത തന്നെ ഒരൊറ്റ ചവിട്ട് ഞാനിങ്ങനെ പറന്ന് ഡൈവ് ചെയ്താ നിലത്തെത്തിയത്. അതിത്തിരി കൂടുതലല്ലേ? എന്നാ നിലത്തെത്തി. ചോദിച്ചപ്പോ പറയാ വണ്ടി സ്റ്റാർട്ട് ചെയ്താന്ന്. വല്ലതും പറയാൻ പറ്റുമോ? അപ്പൊ ഈ ചേച്ചിക്ക് പ്രശ്നമുണ്ടോ? ലോകത്തുള്ള 5% ആൾക്കാർക്ക് ഈ പ്രശ്നമുണ്ട്. നിന്നെ പോലെ തന്നെ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയി. പുള്ളി പറഞ്ഞതാ, ദേഷ്യം, സ്ട്രെസ് ഇങ്ങനെയുള്ളവർക്ക് അത് വരുന്നത്. അപ്പൊ ചേച്ചി മരുന്ന് കഴിക്കുന്നുണ്ടോ? മരുന്ന് കഴിക്കാൻ പാകത്തിനൊന്നും ഇല്ല. അത് നമ്മൾ അവരെ മാക്സിമം ഹാപ്പി ആക്കി വെക്കുക, അത്രേ ഉള്ളൂ. ഹാപ്പി ആക്കി വെച്ചാ ഇപ്പൊ ഒരെണ്ണം കിട്ടിയില്ലേ, അതിന്റെ ആഘാതം ഇത്തിരി കുറയും. ജോയിന്റ് ഇളകിയിരിക്കുമ്പോ. അല്ലടാ, നീ ഇത് അവളോട് പറഞ്ഞോ? ഇല്ല, ഇനി അറിയാണ്ട് ഇതാണെങ്കിൽ നമ്മൾ പറഞ്ഞ് സങ്കടാക്കണ്ടല്ലോ. അതും ശരിയാണ്. ഇന്നത്തെ കാലത്ത് ചായക്ക് കടുപ്പം കൂടി എന്നൊക്കെ പറഞ്ഞിട്ടാ ഡിവോഴ്സ് ആവുന്നത്. അവളെ ഡൈവോഴ്സ് ചെയ്താ എനിക്ക് വേറെ പെണ്ണ് കിട്ടില്ല മിസ്റ്റർ. ചേച്ചി എന്താണ് അങ്ങനെ പറയണേ? എടാ, നിന്റെ ഈ ലുക്ക്, നിന്റെ ഈ യോഗ്യത ശരിയാണ്. നിനക്കിപ്പോ അവളെ തന്നെ കിട്ടിയത് ഭാഗ്യം. ആയിക്കോട്ടെ, എന്നാ ഞാൻ പോയേക്കോ. നിക്കടാ, എന്താ പരിപാടി? എന്ത് പരിപാടി? ആസ് യൂഷ്വൽ, നോ പരിപാടി. നിന്റെ പല്ലുവേദനയ്ക്ക് പറ്റിയൊരു ഐറ്റം എൻ്റെ കയ്യിലുണ്ട്. എന്തൈറ്റം? ജമന്തി. അവിടെ കർട്ടൻ മാത്രമേ ഉള്ളൂ.
ജമന്തി. പോവാ. പൂവോ? ഇതടിച്ചാ നിന്റെ മുത്തച്ഛന്റെ കായ വരെ പൂക്കും. പക്ഷെ ഈ കുപ്പി കുപ്പി നോക്കണ്ട, കുക്കറിലടിച്ചതാ. ഓഹോ. പക്ഷേ ഞാൻ ഇല്ലടോ, ഞാൻ അടിച്ചവിട്ടുക. ഓണത്തിന് ക്ഷീണം കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ കൂടെ അവള് പറഞ്ഞുള്ളത്. എടാ ഭാര്യമാര് ജോലി തന്നെ ഇതല്ലേ, അവരിന് എന്തെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. എടാ കുറച്ച് കുടിയുണ്ടെങ്കിലേ അതിന്റെ മറവിൽ ബാക്കിയുള്ള കള്ളത്തരങ്ങളൊക്കെ എന്നെ കവറായി പോയിക്കൊള്ളു. എന്ത് കള്ളത്തരം? നീ എന്തൊക്കെ അറിയാൻ കിടക്കുന്നു. എടാ നീ അടിക്കണമെങ്കിൽ എനിക്കൊരു കമ്പനി തരാൻ പറ്റുമോ? കമ്പനി വേണേ തരാം. അത് മതി. എന്താലേ ജമന്തി, വെരി ഗുഡ് ജമന്തി. ജമന്തി പറ. എന്തു പറയാൻ? എടാ കഥ പറ. എനിക്ക് 2 അടിച്ച അപ്പ കഥ കേൾക്കണം. എനിക്ക് കഥയൊന്നും അറിയില്ല. അത് നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ ഒരു കഥയില്ലാത്തവനാണ്. എടാ എന്തെങ്കിലും ഒരു കഥ പറ. അല്ലെങ്കിൽ നിന്റെ കഥ പറ. നിന്റെ ആര്യയുടെ കഥ പറ. എടോ ഞങ്ങളുടെ കഥ അത്ര വലിയ കഥയൊന്നുമില്ല. എടാ അങ്ങനെ വലിയ കഥയൊന്നും വേണ്ട. പിന്നെ ഞാനീ 5-6 പെഗ് കഴിക്കുന്ന സമയത്ത് നിന്റെ കഥ തീർന്നാ മതി. താൻ ഇങ്ങനെ അടിക്കാന്നുണ്ടെങ്കിൽ എൻ്റെ കഥ തുടങ്ങുമ്പോഴത്തേക്കും തന്നെ മദ്യം തീരും. എന്നാ വേണ്ട, ഞാൻ പതുക്കെ ആസ്വദിച്ച് കഴിക്കാം. നീ പറ. പോരട്ടെ, അടിക്കേ പോരട്ടെ. ഞാൻ അവളെ ആദ്യം നിക്ക്, ഞാനൊരു മൂഡ് പിടിക്കട്ടെ. പിടിച്ചോ. പറ. ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത് കോളേജിൽ വെച്ചാണ്. 1-2 തവണ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ക്രഷ് അടിച്ചു. പിന്നെ അവിടെയും ഇവിടെയും ഒക്കെ വെച്ച് ഞാൻ കാണാൻ തുടങ്ങി. രതീഷേട്ടാ കളഞ്ഞ്. എടാ ഞാനത് വിഷ്വലൈസ് ചെയ്തോണ്ടിരിക്കല്ലായിരുന്നോ? സോറി. യു കണ്ടിന്യൂ. എവിടെ നിർത്തിയേ? കോളേജ്. കണ്ടിന്യൂ. ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത് കോളേജിൽ വെച്ചാ. കണ്ട് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ക്രഷ് അടിച്ചു. പിന്നെ അവിടെയും ഇവിടെയൊക്കെ വെച്ച് ഞാൻ കാണാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്ന ദിവസം ഞാനൊരു ലേസൊക്കെ കഴിച്ച് നമ്മുടെ ഈ കോളേജിൻ്റെ താഴെ ഒരു പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതിൽ നടന്നു വരുമ്പോൾ അവിടെ ഒരു ബെഞ്ചിൽ അവള്. റിസൾട്ട് വന്ന ദിവസമല്ലേ, കരഞ്ഞോണ്ടിരിക്കണേ. കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. എന്നാൽ പിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പതുക്കെ അവളുടെ അടുത്തേക്ക് എത്തി. ഹായ്. അത് വേണ്ട, റേറ്റ് പിടിക്കാം. ഹലോ. എന്താ അങ്ങനെ പോയേ? എടീ സെമസ്റ്റർ എക്സാം അല്ലേ? സെമസ്റ്ററും എക്സാമൊക്കെ ഇനിയും വരുമല്ലോ. അതും ഫസ്റ്റ് സെമസ്റ്റർ അല്ലേ? പാവം, ഭയങ്കര സങ്കടമായി കാണും. എത്ര എണ്ണം ഉണ്ട്? 5. 6 വിഷയത്തിൽ 5 എണ്ണം സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ ആളായാലും വിഷമം ഉണ്ടാവും. സാറില്ല. നീ സിവിലല്ലേ? ഞാൻ ട്രിപ്പിളി. അല്ല, സച്ചിൻ. അല്ല, തനിക്ക് എത്ര എണ്ണം ഉണ്ട്? മൊത്തം പറഞ്ഞല്ല, വിഷമിപ്പിക്കണ്ട. എനിക്ക് 6. ഞാൻ 6 പറഞ്ഞിട്ട് ഇവിടെ 6 എന്നല്ല കേട്ടെ. ചിലപ്പോൾ സങ്കടം കൊണ്ടായിരിക്കും. മെത്തേഡൊന്ന് മാറ്റി പിടിക്കാം. അല്ല, പേപ്പർ പഠിച്ചേനെ. ആര്യ CM. അല്ല, ഈ എസ് എന്ന് പറഞ്ഞാൽ സപ്ലി അല്ല. 90 അബ് കിട്ടുമ്പോൾ അവിടെ. അതെനിക്കറിയാം. പിന്നെന്തിനാ നീ കരയണേ? എനിക്കതിൽ ഒരു സബ്ജക്റ്റിനെ മാത്രമേ ഉള്ളൂ. അതിനാണോ നീ കരയണേ? വീട്ടൊക്കെ ദൈവങ്ങളെ. വച്ചോളൂ, പഠിക്കേട്ടോ നന്നായിട്ട്. പഠിച്ച് പ്രാന്തായതൊക്കെ പാർക്കി വന്നിരിക്കാം, ബാക്കിയുള്ള പ്രാന്താക്കാൻ. കുഞ്ചുനൂലി ഒറ്റ കുത്തൂറ്റുണ്ടല്ലോ അവളുടെ. പോയിട്ട് വരാം. പഠിക്കണം കേട്ടോ, വലിയ കുട്ടിയാവണ്ടല്ലേ. നീ തോറ്റുകൂടി പട്ടി. വെയിറ്റ്. അപ്പോൾ ഇതൊരു പഠിപ്പിപ്പെണ്ണിൻ്റെയും ഒരു തോൽവി ചെക്കൻ്റെയും കഥയാണ്. പിന്നെ ഞാൻ തോൽവിയൊന്നുമല്ല.
പിന്നെ 6 സപ്ലിയുള്ള നിന്നെ അബ്ദുൽ കലാം എന്ന് വിളിക്കണോടാ. എടോ 6 സപ്ലിയൊന്നുമില്ല. അത് ഈ കാമുകി കരയുമ്പോൾ ആരായാലും ചെറിയ നുണയൊക്കെ പറഞ്ഞു പോലേ, അങ്ങനെ പറഞ്ഞത്. ഓക്കെ, യു കണ്ടിന്യൂ. അങ്ങനെ ഇരിക്കെ കോളേജിലേക്ക് പോകുന്ന വഴി വളരെ അവിചാരിതമായിട്ട് ഞാനവളെ പിന്നെയും കണ്ടു. എടേ, ഈ അവിചാരിതമായി കോളേജിലേക്ക് പോകുന്ന വഴി ഇതൊക്കെ ഒരുപാട് പറഞ്ഞു തേഞ്ഞ കള്ള. എല്ലാ ദിവസം കാണാൻ വരാറുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് പക്ഷേ അവളെ കണ്ടു. ആഹാ, എന്നിട്ടോ? ഞാൻ അവളെ കാണാൻ അപ്പം തന്നെ വണ്ടി തിരിച്ചു. അല്ല, തിരിക്കാൻ പോകുന്നു. വളയ്ക്കാനാണെങ്കിൽ തിരിച്ചോ. മിസ് പഠിപ്പിസ്റ്റ് എവിടെ പോണു രാവിലെ? കോളേജില്. അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? എന്താ ഇടുന്ന സ്ട്രൈക്കാ. അതിന് കോളേജ് ഗ്രൂപ്പിലെ മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ. ഇന്ന് കോളേജിൽ അടി കിടന്നു രാവിലെ, പൊരിഞ്ഞടി. ലാസ്റ്റ് ഓൾ പാർട്ടി സ്ട്രൈക്ക് കുളിച്ച് മൊത്തം വിഷയം. ഒരുപാട് സമയമായില്ലോ, വീട്ടിൽ പോക്കോ. അല്ല, എനിക്ക് എന്തായാലും ബുക്ക് കൊടുക്കാൻ ലൈബ്രറി പോകണം. അടി നടന്നതേ ലൈബ്രറിയിലാ. വെറുതെ പോയി സമയം കളയണോ? അയ്യോ, അപ്പം ഇന്നൊന്നും തുറക്കില്ലേ? തുറക്കില്ല. അറിയാവുന്ന ആളായതുകൊണ്ട് അറിഞ്ഞ കാര്യം ഇവിടെ ഒന്ന് പറഞ്ഞു. ഇനി അവിടെ പോയി നോക്കണം എന്നാണെങ്കിൽ നീ പോക്കോ, ബാക്കി നിൻ്റെ ഇഷ്ടം. വീടെടുത്താണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാട്ടോ. വേണ്ട, എനിക്കറിയാൻ പോവാൻ. സൂക്ഷിച്ച് പോനെ. പോട്ടെ നാറി. നാറിയെന്ന ഞാൻ അത്രയും പറയുന്നത് കേട്ട് ഒരു കൊച്ചു സങ്കടത്തോടെ അവൾ വീട്ടിലേക്ക് പോയി. അവളെ പറ്റി സന്തോഷത്തിൽ ഞാൻ കോളേജിലേക്ക്. എടാ മഹാഭാവി, നിന്നെ കുടിച്ച കള്ളിൽ വിശ്വസിക്കാൻ കൊള്ളില്ലോടാ. പിന്നെ അവളുടെ ഒരു കരച്ചിൽ ആർക്കായാലും ദേഷ്യം വരില്ലേ? എന്നിട്ടോ? സംഭവം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ അവൾക്ക് മനസ്സിലായി പറഞ്ഞത് ഇവിടെ നുണയാണെന്ന്. എവിടെ നിന്നൊക്കെയോ എൻ്റെ നമ്പർ തപ്പി പിടിച്ച് പൊരിഞ്ഞ വിളി. ക്ലാസ് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഫോണിൽ 219 മിസ് കോള്. 219? പിന്നെ ഒരു 2 ആഴ്ച ഞാൻ അവളുടെ കൺവെട്ടത്തേക്കേ പോയില്ല. അത് നന്നായി. ബാക്കി പറ. പക്ഷേ എന്നിലെ കാമുകന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. ആമുമാർക്ക് അല്ലെങ്കിൽ അടങ്ങിയിരിക്കാൻ പറ്റില്ല. അതാണ്. അതെനിക്ക് അനുഭവം ഉണ്ട്. ചേച്ചിയുടെ കാര്യത്തില് വെറുതെ മൂട് കളയാൻ വേണ്ടിട്ട് നീ ഇത് പറ. അപ്പോൾ എന്നിലെ കാമുകന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. ഓക്കെ, ഞാൻ പിന്നെയും അവളെ കാണാൻ ബസ് സ്റ്റോപ്പിൽ പോയി. കണ്ടിന്യൂ. മിസ് പഠിപ്പിസ്റ്റ് ഇത്ര ധൈര്യമുള്ളൂ? നീ എന്ത് പരിപാടിയാന്ന് കാണിച്ചേ? അത് ഞാൻ ഒരു തമാശക്കിതല്ലേ. ഒരാളുടെ അറ്റൻഡൻസ് കളയുന്നതാണോ നിന്റെ തമാശ? ഞാനെന്നങ്ങനെ പറഞ്ഞുകൊണ്ട് നിനക്ക് പോകേണ്ട ബസ്സല്ലേ അവിടെ ഇടിച്ചത്. ഞാൻ വന്നുകൊണ്ട് ഒറ്റ ലീവിൽ പരിപാടി തീർന്നു. ഇല്ലെങ്കിലോ? എന്തേ ഇപ്പൊ ഒന്നും പറയാനില്ലേ? സോറി. ഞാൻ ചോക്ലേറ്റ് കഴിക്കാറില്ല. അതിൻ്റെ കാണാനുണ്ട്. ഇതൊക്കെ കഴിക്കുക, കുറച്ച് വണ്ണൊക്കെ വെക്കട്ടെ. നീ അന്ന് എനിക്ക് 6 സപ്ലി ഉണ്ടെന്ന് പറഞ്ഞ നുണയല്ലേ? ഞാൻ അന്വേഷിച്ചായിരുന്നു. എന്നെപ്പറ്റി അന്വേഷിക്കുകയൊക്കെ ചെയ്തോ? അല്ല, അപ്പൊ ശരിക്കും നിനക്ക് എത്ര സപ്ലി ഉണ്ട്? എനിക്ക് സപ്ലി ഒന്നുമില്ല. അന്നിരുന്ന് കരണം കണ്ടപ്പോൾ ചെറിയ വിഷമം തോന്നി, അതുകൊണ്ടൊരു നുണ പറഞ്ഞല്ലേ. ഞാനേ നിന്നെ പ്രേമിച്ചാലോ എന്ന് ആലോചിക്കാം. എന്താ? സത്യം, എനിക്ക് നിന്നെ പ്രേമിച്ചാൽ കൊള്ളുന്നുണ്ട്. ഇത്ര വലിയ കാര്യം ഇത്ര സിമ്പിൾ ആയിട്ടാണോ പറയുന്നത്? ഇതിത്ര വലിയ കാര്യമാണോ? എനിക്കിഷ്ടം തോന്നി, ഞാനത് തുറന്നു പറഞ്ഞു. ഒരു വട്ടം പോലും ആലോചിക്കാതെ ഇങ്ങനൊരു കാര്യം എങ്ങനെയാ പറയുന്നേ? അതും നിനക്കൊന്നും അറിയാത്ത ഒരാളോട്. പിന്നെ ഞാൻ ബൈക്ക് മേടിക്കാൻ വന്നാണല്ലോ. മൈലേജും പെർഫോമൻസ് ഒക്കെ നോക്കി ഇഷ്ടമാണെന്ന് പറയാൻ. എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നി, ഞാനത് തുറന്നു പറഞ്ഞു. അത്രേ ഉള്ളൂ. ഐ ലവ് യു. നിലവേ എൻ നീലാമ്പൽ മിഴിയാളെ, നിന്നരികെ ഞാൻ നിഴലാകും നേരത്തോ അറിയാതെ എൻ കിനാക്കൊമ്പിലെ നിറതി
ശ്രുതി ചേർന്നിന്നുയിർ പാടും നീലാംബരി ഉയിരേ എൻ നീലാമ്പൽ മിഴിയാളെ നിന്നരികെ ഞാൻ നിഴലാകും നേരത്തോ കാമിനി സഖി വരിക ചേർന്നിനി ഇണയായി വാഴ്വിൽ നീയേ തരുണി മാൻമിഴി തരിക തേൻമൊഴി ഉലകം തോൽക്കുമഴകേ. ഹലോ, ഹാപ്പി ബർത്ത്ഡേ ഡിയർ. താങ്ക് യു. ചെലവുണ്ടോ നാളെ കോളേജിൽ വരുമ്പോ? നീ വാ, തരാ. എടി, ഞാൻ നല്ല ടയേർഡാ, നാളെ വിളിക്കാം. ഓക്കെ, ശരി. ഇവൻ ഹലോ, ബൈക്ക് മാത്രമുള്ളോ? ഇവനെതവിടെ പോയി? ഹായ്. ഗൗരവത്തിലാണല്ലോ. ഹാപ്പി ബർത്ത്ഡേ. ഓ, ലേറ്റ് ആയതുള്ള പരിഭവം അല്ലേ? എന്തിന്? അതിന് പരിഭവം കാണിക്കാൻ വേണ്ടി എന്തുണ്ടായേ? ഒന്നുമില്ലേ. ഇന്നലെ രാത്രി 12 മണിക്ക് നീ എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ട്. എന്തിനാ? അല്ല, അത് ഞാൻ വെറുതെ. ക്ലാസ് കഴിഞ്ഞ് ഒന്ന് പുറത്തു പോകാം. നമ്മൾ രണ്ട് മാത്രം. ഓരോ ചായ കുടിക്കുന്നു, തിരിച്ചു വരുന്നു. പ്ലീസ്. നോക്കാം. പോകാം. എടാ, നീ എന്തിനാ എൻ്റെ പുറകെ നടന്നിങ്ങനെ സമയം കളയുന്നേ? എനിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ട്. എൻ്റെ സച്ചിനെ, എനിക്ക് നിന്നോട് ഫീലിങ്സ് ഒന്നും തോന്നിയിട്ടില്ല. നിന്റെ കണ്ണ് സത്യം പറയുന്നുണ്ട്. എടി, ഞാൻ എല്ലാം ഒരു ഗോവിത്ത ഫ്ലോയിലെ കണ്ടിട്ടുള്ളൂ. സംഭവിക്കട്ടെ, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷെ നിന്നെ കണ്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പഴയ ഞാനേ അല്ല. എടാ, ഞാൻ ഒട്ടും സ്റ്റേബിൾ അല്ല. എൻ്റെ കാര്യത്തിലോ? ഒന്നിലും. എനിക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ആരെയും ട്രസ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. നാളെ ഇനി ഇതെന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നീ ഒരുപാട് മുന്നിലേക്ക് ആലോചിക്കുന്നേ. ആര്യ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൊമെൻറ്റ്സ് നീ എൻജോയ് ചെയ്തിട്ടില്ലേ? നിനക്ക് എന്നെ മിസ് ചെയ്തിട്ടില്ലേ? എടാ, ഉണ്ട്. പക്ഷെ അതൊന്നും ഇഷ്ടം കൊണ്ടാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എടാ, എനിക്ക് എൻ്റെ സാധനങ്ങളോടൊക്കെ വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. അതിപ്പോൾ ഒരു പേഴ്സൺ ആണെങ്കിൽ അത് ഭയങ്കര കൂടുതലായിരിക്കും. അത് എൻ്റെ ലൈഫിൽ നിന്ന് പോകുമെന്നുള്ള പേടി എനിക്ക് എപ്പോഴും ഉണ്ട്. എടി, നീ ഇപ്പോഴും പറഞ്ഞ ഫ്യൂച്ചറാ. എനിക്ക് വേണ്ടത് ഒരു എസ്സോർണയാണ്. എടി, എന്നെ ഈ ഡിസ്റ്റൻസ് വല്ലാതെ ഹർട്ട് ചെയ്യുന്നുണ്ട്. അതായിരുന്നു ആ പോയിന്റ്. ഇനി കഥ കേൾക്കാനുള്ള മധ്യനില്ല. ബാക്കി അത് പിന്നെ കേൾക്കാം. എടാ, നിന്റെ ലവ് സ്റ്റോറിയൊക്കെ ഓക്കെയാണ്. എന്നാലും അവളിച്ചിരി ഓവറല്ലടാ. ഓവറോ? എടാ, തൊട്ടതിനും പിടിച്ചതിനൊക്കെ പ്രശ്നം, പരാതി എന്തൊക്കെയാ? ഹേ, നീ അങ്ങനെ ഒഴിഞ്ഞു മാറാനും നോക്കണ്ട. ഞാനൊന്നും കേൾക്കണല്ലേ. ടവലിന്റെ പ്രശ്നം, ജോലിയുടെ പ്രശ്നം, താക്കോലിന്റെ പ്രശ്നം. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്കവളെ ഭയങ്കര ഇഷ്ടം. എങ്ങനെ സാധിക്കുന്നതാ ഇതൊക്കെ? എൻ്റെ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഒരാളെ സ്നേഹിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ചേട്ടൻ ലവ് സ്റ്റോറി മാത്രമല്ലേ കേട്ടുള്ളൂ. അത് കഴിഞ്ഞ്
എന്നെ ഞാനാക്കിയൊരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ഉണ്ട്. എന്താണ് ആന്ത് മൊമെന്റ്? അയ്യോ അവളാ. ഹലോ, നീ എന്നെ അങ്ങോട്ട് വരുത്തിക്കോ? എന്തിന്? ഞാനും വന്നോളാം. എന്നാ വേഗം വാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി ശരി. അതെ അവളാ. ഇനി അവിടുന്ന് പോയില്ലെങ്കിലേ മൊത്തം പ്രശ്നമാവും. അല്ല അതൊന്ന് പറഞ്ഞിട്ടോ മൊമെന്റ്. സമയമുണ്ടല്ലോ, ഞാനിവിടെ ഇല്ലേ. അപ്പൊ ശരി, രാത്രിയിൽ യാത്രയില്ല. ഗുഡ് നൈറ്റ്. നീ കുളിക്കുന്നൊന്നുമില്ലേ? കൊറേ നേരം ആയാലും ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അതിന് ഞാനിന്ന് അങ്ങോട്ട് പോയില്ല. ആ വീട്ടിൽ വെറുതെ ഇരിക്കായിരുന്നു. അവിടെ എപ്പോഴും വഴക്കാണല്ലോ. നിന്റെ ഓഫീസിൽ എപ്പോഴാ പ്രശ്നമില്ലാത്ത? എന്റെ ഓഫീസിലെ കാര്യമല്ല, പിന്നെ അപ്പുറത്തെ വീട്ടിലെ കവിത ചേച്ചിയുടെ രതീഷേട്ടന്റെ കാര്യം ചോദിച്ചത്. നിന്നോടാരാ പറഞ്ഞേ? അത് ക്ലീൻ ചെയ്യാൻ വരുന്ന ചേച്ചി. നീ അമ്മായി വൈ ഭാവുന്നുണ്ടമ്മോ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ഇനി അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ചിൽ ലൈഫ് അവിടെ. പക്ഷെ ഞാൻ കേട്ടത് ഡിവോഴ്സിന്റെ വക്കിലെത്തിന്നൊക്കെയാ. അമ്മായിക്ക് കിടക്കാമോ? അമ്മായി നിന്റെ മറ്റോള്, മറ്റേ പാസരത്തിന്റെ കാര്യം ഞാൻ വിട്ടിട്ടില്ല കേട്ടാ. എന്റെ പൊന്നു ദൈവമേ, ഏത് സമയത്താണ് ഈ പണ്ടാരം? ആ പണ്ടാരം എനിക്ക് എടുത്തോണ്ട് വരാൻ തോന്നിയത്. വേണ്ട നീ. ഹലോ ഹലോ ഹലോ. ആ നീ ഉറങ്ങിയോടാ? കിടക്കാൻ പോണ എന്തുപറ്റി? എന്നാ ഹോളിലേക്കുള്ള ജനലോർന്ന് ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഹോളിലേക്കോ? രതീഷേട്ടനാ. ഒരു മിനിറ്റ്. ആണെങ്കി നിനക്കൊള്ളാം. ഹായ്. ഇതെന്തു പറ്റി? കുപ്പി നോക്കിയാ? കുപ്പി വെക്കിയതൊന്നും അല്ലടാ. ഇത്രയും നാളായിട്ട് അവൾക്ക് എന്നോട് തോന്നാത്ത കൃത്യം എന്ന് തന്നെ തോന്നി. എന്ത്? അത് തന്നെ, അവൾക്ക് എന്നോട് റൊമാൻസ് തോന്നി. എന്നിട്ട്? അത് കുഴപ്പമില്ല, അത് ഞാൻ അടുത്ത ആഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ അതല്ലടാ, അവളെന്നെ പുറത്താക്കിയതൊന്നും അല്ല. നീ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ഇല്ലേ, അതെന്നെ ഉറങ്ങാൻ വേണ്ടുന്നില്ലടാ. ഒന്ന് പറയടാ. ചേട്ടനൊന്ന് വിട്ടില്ലേ? എടാ എന്റെ മനസ്സമാനം പോയിരിക്കുക, നീ ഒന്ന് പറയടാ. പറഞ്ഞോ. എനിക്ക് രാത്രി മൊത്തം സമയമുണ്ട്, ഞാൻ ഇരുന്ന് കേൾക്കാം, വേണമെങ്കിൽ കിടന്നും കേൾക്കാം. ഓക്കെ ഓക്കെ, ഞാൻ പറയാം. കല്യാശ്ശേരി വീട്ടിൽ കല്യാശ്ശേരി വീട്ടിൽ ഗീതാമകൾ ഗീതാമകൾ ആര്യ മോഹൻ എന്ന ഞാൻ ആര്യ മോഹൻ എന്ന ഞാൻ ചെമ്പകത്ത് വീട്ടിൽ ചെമ്പകത്ത് വീട്ടിൽ സുജാത മകൻ സുജാത മകൻ സച്ചിൻ ദേവിനെ സച്ചിൻ സേതുവിനെ എൻ്റെ നിയമാനുസൃത ഭർത്താവായി സ്വീകരിക്കുന്നു. ജനിക കല്യാണം മനസ്സാൽ നിന്നാണം ഇവിടെ തുടരും ഇതുപോലിനി തുടരെ മരുഭൂവിൽ ജലകണമതു പെയ്യാൻ വഴി തേടിടുമാ മുകിൽ പോലിനി ഞാൻ ഇന്നും വഴക്കുണ്ടാക്കും. അതിപ്പോ എത്ര വലിയ കാര്യമാണെങ്കിലും ചെറിയ കാര്യമാണെങ്കിലും. പക്ഷെ എന്നെ ഒറ്റയ്ക്ക് എടുത്താൻ പാടില്ല. നിനക്കൊന്നും പറയാനില്ലേ? പോവാം, അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്രയും വലിയ കാര്യം പറഞ്ഞിട്ട് നിനക്കൊന്നും പറയാനില്ല? അതെ, ഇത്ര നാളും പോയവരല്ല, ഇനി അങ്ങോട്ട് ഒന്നിച്ച എല്ലാത്തിലും. ഓക്കെ?
കവിതേ ബഹളം വെക്കണ്ട, വാതിൽ തുറക്കില്ല. തല കുപ്പിയും കെട്ടിപ്പിടിച്ച് അവിടെ കിടന്നാ മതി. സാരമില്ല, അടുത്ത ആഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എടാ, നമ്മൾ ഡിവോഴ്സ് ആവോ? എന്ത്? അല്ല, അവരുടെ ഏജ് ആവുമ്പോഴേക്കും നമ്മൾ ഡിവോഴ്സ് ആവോ? നിന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടിയാ ചിലപ്പോ ഡിവോഴ്സ് ആയെന്ന് വരും. അതോർത്ത് എനിക്ക് പേടിയേ ഇല്ല. വൈ? കാരണം നിനക്ക് എന്നേക്കാൾ നല്ല പെണ്ണെ കിട്ടാൻ പോകുന്നില്ല. നിനക്കോ? എനിക്ക് ചിലപ്പോ കിട്ടും. ഓ. പക്ഷെ എനിക്ക് വേണ്ട. ആഗ്രഹിച്ചത് കിട്ടിയില്ലേ, അത് മതി. നമ്മളെപ്പോഴും വഴക്കല്ലേ? എല്ലായ്പ്പോഴും. നിനക്ക് ദേഷ്യമില്ലേ? എന്താ? നീ എങ്ങനെയാണെങ്കിലും എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടം. കൂടുതൽ ആലോചിക്കണ്ട, നിന്റെ ഉണ്ണിത്തല വേദന എടുക്കും. കണ്ടില്ലേ, ഇതാണ് ലൈഫ്. എല്ലാവരെയും പോലെ കല്യാണത്തിന് മുമ്പ് കേൾക്കുന്ന പതിവ് പല്ലവികൾ ഇവരും കേട്ടു. ലൈഫ് ഈസ് ടു ഷോർട്ട്, പെണ്ണ് കെട്ടിയ ജീവിതം തീർന്നു, അങ്ങനെയൊക്കെ. ഇതിലിപ്പോൾ നമ്മൾ ഒരുപാടൊന്നും ആലോചിക്കേണ്ടെന്നേ. എല്ലാം ഒരാൾ ഓൾറെഡി എഴുതി വെച്ചിട്ട് പോയിട്ടുണ്ട്. നമ്മുടെയൊക്കെ തുടക്കവും ഒടുക്കവും എല്ലാം. ഇവരുടെ കാര്യം തന്നെ കണ്ടില്ല, പരിഹരിക്കപ്പെടാൻ പറ്റാത്ത ഒരു പ്രശ്നം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഒന്ന് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അടുത്തത്. ചെറിയ കാരണങ്ങൾ കൊണ്ട് ഡിവോഴ്സ് ആകുന്ന ഈ കാലഘട്ടത്തിൽ എന്നും കൂടുതൽ ചേർന്ന് നിൽക്കാൻ കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലൈഫിൻ്റെ ഉദ്ദേശം തന്നെ. ഒരു തരത്തിൽ പറഞ്ഞാൽ അതല്ല ഈ ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ്.